ലെഫ്റ്റ് സൈഡിലുള്ള റോഡിലൂടെ നിങ്ങൾ പോയാൽ എയർപോർട്ട് എത്തും. നമ്മളെ റോഡ് വായന്തോടെത്തി, വായന്തോടുന്ന് ലെഫ്റ്റോട്ട് തിരിയാം. നിങ്ങൾക്ക് ഈ എയർപോർട്ടിൽ വരുമ്പോൾ ഒരുപാട് ആളുകൾക്ക് വഴിതെറ്റുന്നുണ്ട്. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വഴിതെറ്റൂല. ഹജ്ജ് ക്യാമ്പിനാണ്. അപ്പൊ നിങ്ങൾക്ക് സ്കിപ്പ് അടിക്കാണ്ട് കയറി ഭീമ എയർപോർട്ടിൽ എങ്ങനെ പോകുന്നതിന് വരെ തിരിയാൻ വേണ്ടി പറ്റും. അവരല്ല നമ്മളെ സുഹൃത്തുക്കൾ, SSFന്റെ മക്കളാണ്. നമ്മൾ ഉംറക്ക് ഹജ്ജിന് പോകുന്നതാണ് അവരോട്. അപ്പൊ നമ്മള് ഹജ്ജിന് പോക്കാണ്. എയർപോർട്ട് പോകുന്നില്ല, എയർപോർട്ട് പോകുന്നതല്ല. ഞാന് കോട്ടങ്ങാലി വാലേക്കും സലാം. ക്യാമ്പിന് ഹജ്ജിന് പോകുന്നവര് SSFന്റെ മക്കളുടെ കുറച്ച് വെള്ളവും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. അതിന്റെ സെന്ററാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങള് കണ്ണൂർ എയർപോർട്ടിൽ വരുന്നവരെല്ലാം ഈ വീഡിയോ ശ്രദ്ധിച്ചാല് അവിടെ വന്നിട്ട് വഴി തെറ്റുന്നവരുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വഴി തെറ്റാണ്ട് നിങ്ങൾക്ക് പോകാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഇവിടുന്ന് അടുത്തേക്ക് തിരിയാം, റൈറ്റ് സൈഡിലേക്ക് തിരിയാം. റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ ഇതാ. അത് മാത്രമല്ല, ഇപ്പൊ താൽക്കാലികമായിട്ട് എയർപോർട്ടിലെ കാർഗോ ബിൽഡിങ്ങിലാണ് ഹജ്ജ് ക്യാമ്പ് ഇപ്പൊ നടക്കുന്നത്. അപ്പൊ നമ്മൾ ആ ക്യാമ്പിലേക്കാണ് പോകുന്നത്. അപ്പോൾ ക്യാമ്പിലുള്ള കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട ചില വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുകയും ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തിന്റെ ഭാഗമായിട്ടാണ് പോകുന്നത് ഇപ്പോൾ. അപ്പോൾ അതിങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു ട്രോൾ ഉണ്ട്. അവിടെ നിങ്ങൾ മണിക്കൂറിന് ഇത്ര എന്നുള്ളൊരു ടിക്കറ്റ് തരും. തിരിച്ചു വരുമ്പോൾ അവിടെ പൈസ കൊടുക്കേണ്ടി വരും. എന്നോട് ചോദിക്കൂല. എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ നടക്കും തോന്നില്ല. എന്നാ നോക്കാം നമുക്ക്. എന്നോടൊന്നും ടിക്കറ്റ് ചോദിക്കില്ല. അവരെ നോക്കാതെ ചോദിക്കുന്നുണ്ട്. ചോദിച്ചിട്ട് ഞാൻ കൊടുക്കും ചെയ്യില്ല. അവരെന്ന് ചോദിച്ചിട്ടില്ല. അപ്പൊ ഇത് കഴിഞ്ഞാല് നിങ്ങൾ വീടൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ശരിക്കും കാണിച്ചു കൊടുത്തേ. ട്രോള് കഴിഞ്ഞാല് നിങ്ങൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാല്, നിങ്ങൾ ഇതാ ഇവിടെ 2-3 വഴി റൈറ്റ് സൈഡ് കാണും. റൈറ്റ് സൈഡില് അങ്ങോട്ട് പോകുന്ന 2 വഴി, ഇത് ഇതിലോട്ട് റൊട്ടേഷൻ ആയിട്ടും ഇങ്ങനെ ഒരു വഴിയും കാണും. ഇതാ, നിങ്ങൾ എവിടെയും പോകരുത്. ഇതാ നേരെ പോകണം, നേരെ പോവുക. നിങ്ങൾ ഇങ്ങോട്ട് പോകുന്നതാണ് തെറ്റിപ്പോകുന്നത്. അപ്പം തെറ്റിപ്പോകാൻ വേണ്ടി പാടില്ല. അപ്പൊ ഇങ്ങനെ കാണും, എയർപോർട്ട് കാണുന്നുണ്ടോ? നിങ്ങൾ അറേവലിൽ കൂട്ടാനാ പോകുന്നുണ്ടെങ്കിൽ ചെയ്യാന്ന് പറഞ്ഞാല് കൂട്ടാനാ പോകുന്നുണ്ടെങ്കിൽ താഴയിലോട്ട് പോവുക. അവിടുന്ന് താഴയിലോട്ട് ആ മേലെയുള്ള പാലം കണ്ട അവിടെ കൊണ്ടാക്കാൻ വേണ്ടി പോകുന്നവരാണ് മേലേലോട്ട് പോകണ്ടു. അത് ഡിപ്പാർച്ചറിൽ നിങ്ങൾ കയറേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യാം, അറേവലിൽ പോകണമെങ്കിൽ താഴെ റോഡുണ്ട്. ആ പാലത്തിന്റെ മേലോട്ട് നിങ്ങൾ കയറാൻ വേണ്ടി പാടില്ല. അത് കൊണ്ടാക്കുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അവിടെ കൊണ്ടാക്കിയിട്ട് അവിടെയുള്ള പാർക്കിൽ വണ്ടി കൊണ്ടാക്കാം. നിങ്ങൾ കൂട്ടാനാ പോകുന്നുണ്ടെങ്കിൽ അവർ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അവിടെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ വന്ന് ഇങ്ങനെ റൊട്ടേഷൻ അടിക്കുക, ഇങ്ങനെ അടിക്കുക. ഇതിലോട്ട് കയറാൻ പാടില്ല. ഇങ്ങനെ റൊട്ടേഷൻ അടിച്ചിട്ട് ഇതാ ആ വഴി, ഓട്ടോറിക്ഷ പോകുന്ന വഴി കാണിച്ചു കൊടുത്തേ. അത് താഴെലൂട്ടിയാണെങ്കിൽ അങ്ങനെ പോയിട്ട് അങ്ങോട്ട് കളിച്ചോ. അത് താഴെലൂട്ടിയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അറേവല് പാലത്തിന്റെ മേലെയാണെങ്കിൽ ഡിപ്പാർച്ചർ. ഹജ്ജ് ക്യാമ്പ് ഇതാ അവിടെയാണ് നടക്കുന്നത്. വണ്ടി നോഡൽ ഓഫീസർ പറഞ്ഞിന് ഒരു അപ്പോൾ പൈസ ആർന്ന് മാറിക്കോ, പൈസ ആർന്ന് മാറിക്കോ. നമ്മളൊക്കെ പോകുമ്പോൾ സൗദി അറിയാലോ വേണ്ടേ, അത് അവിടെ നിന്ന് മാറും. ഇതിൻ്റെ വീട് എവിടെയാ? വീട് എവിടെയാ? അപ്പോൾ നിങ്ങൾ മാറി മാറി വരും തോന്നുന്നു അല്ലേ? ആ, ഓരോ ദിവസം മാറുമോ? ഓ അങ്ങനെയാണല്ലേ. പേര് ദൃശ്യ. ആ ഓക്കെ. അപ്പോൾ പരിചയപ്പെട്ടതിൽ സന്തോഷം. നമ്മളെ ഡോക്ടേഴ്സ് ഇവിടെ ഹോമിയോന്റെ ഇത് അലോപ്പതിയാണ്.
വീട് പയ്യൻ അപ്പൊ ഇവരിലാണ് നമ്മളെ ആദ്യമാരെ എന്ത് പറ്റിക്കഴിഞ്ഞാലും ആ രീതിയിലുള്ള ചികിത്സ ഉടനടി പരിഹാരം. ഓക്കെ, അപ്പൊ ഇവരിലാണ് വളണ്ടിയർ കുറെ പുറത്ത് കണ്ടില്ല നമ്മളെ നേരത്തെ. അപ്പം ഒരു പാരിതോഷികം വാങ്ങിക്കാതെ ആര്യമാരെ അത്രമാത്രം ശുശ്രൂഷിക്കുകയും അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നവരാണ്. അല്ല, ഇവരെ പോലെ കുറേ ആളുണ്ട് ഇവിടെ. എന്താ പറഞ്ഞാൽ എനിക്ക് ഈ മാസം കുറച്ചും കൂടി അല്ല, ഈ പ്രാവശ്യം കുറച്ചും കൂടി ഉണ്ട് ദിവസം. 29 ദിവസം ഇവിടെ തന്നെ ഉണ്ടാവും. അതാണ് സേവന പ്രവർത്തനത്തിൻ്റെ. അത് നമുക്ക് ജനങ്ങളെ കാണിക്കാണ്ടിരിക്കാൻ പറ്റില്ല. അദ്ദേഹം വല്ല സേവനം ചെയ്യുന്നവരാണ്. ഓക്കെ, വലൈസ്ലാം. സ്ത്രീകളുടെ പ്രാർത്ഥന ഹാള്, നിസ്കാരമാണ് ഇത്. പുരുഷന്മാർ മുഹമ്മദ് അജിന് പോകുന്നുണ്ട്. രണ്ട് പൂപ്പുന്നുണ്ട്. കേരളത്തില് ഇവിടെ പോലീസ് കണ്ടില്ല മുമ്പില്, അങ്ങനെ ആർക്കും കയറാനൊന്നും പറ്റില്ല. പിന്നെ നമുക്ക് ഇവിടെ ഇത് ഭക്ഷണ ഹാളാണ്. ഇത് അങ്ങോട്ട് കണ്ട എല്ലാ സൗകര്യങ്ങളും ആ രീതിയിലുണ്ട്. ഇതിപ്പം അങ്ങോളം പോയി കഴിഞ്ഞാൽ ആദ്യമായി കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇവിടെ ഇപ്പൊ സ്റ്റാഫിന് മാത്രം ഭക്ഷണത്തിന്റെ എല്ലാം അവര് ഫുൾ ടൈം നിൽക്കുന്നല്ലേ. ഇത് നേരെ പിന്നെ ഇപ്പുറത്തല്ലേ ഹാജിമാർക്ക് മാത്രം. കഴിഞ്ഞ പ്രാവശ്യം എല്ലാം ഒന്നിച്ചാണ്, ഇപ്രാവശ്യം ഇത് ഹാജിമാർക്ക് മാത്രം. കഴിഞ്ഞ പ്രാവശ്യം എല്ലാരും ഒരുമിച്ചാണ്. ഇതിപ്പോ ഹാജിമാർക്ക് മാത്രം. ഇവിടെയാണ് ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലം. അപ്പൊ ഇതാണ് നമ്മളെ ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥലം. അപ്പൊ ഇവരെ നിയന്ത്രണത്തിലാണ് ഭക്ഷണങ്ങൾ ഇവിടെ റെഡിയാക്കുന്നത്. ആജിമാർക്ക് ഷാഫിയാജിയും അതുപോലെ നമ്മുടെ ഉസ്താദും എല്ലാം കൂടി ഇല്ലാന്ന് ഇതിന്റെ ബേക്കില് അപ്പോൾ ആജിമാരെല്ലാം പറയുന്നുണ്ട് രുചികരമായിട്ടുള്ള ഓരോ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അവർ പോകുന്ന സമയത്ത് നമ്മൾ പരിചയപ്പെടുമ്പോൾ പറയുന്നുണ്ട് വളരെ രുചികരമായിട്ടുള്ള അവർക്ക് എന്താണ് മനസ്സിന് സംതൃപ്തി കൊടുക്കുന്ന ഭക്ഷണങ്ങളാണ്. അതിന്റെ പിന്നിലുള്ള പ്രവർത്തനം നിങ്ങൾ കാണണം. അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരാണ് ഇവരൊക്കെ. ബിരിയാണി കൈ നമ്മളെ കാവുംപടി മുഹമ്മദ് അലി. കാവുംപടി മുഹമ്മദ് അലിന്റെ നേതൃത്വത്തിലാണ് ബിരിയാണിക്കാരന്റെ മെയിൻ കുക്ക്. പിന്നെ ഇത്രയും നമ്മളെ ഇവരോട് നാടൻ ഫുഡിന്റെ ഒരു വേറെ ഉണ്ട്. സാമ്പാർ എന്ന് പറഞ്ഞാല് അമ്മാതി കൊടുത്തു കണ്ട രൂപത്തിലാണ് ഇങ്ങനത്തെ സാമ്പാർ. അല്ല, കുറച്ച് പേർക്ക് മാത്രം ആയതുകൊണ്ട് ഇങ്ങനെയൊന്നും രീതിയിൽ അവർക്ക് സാമ്പാർ കഴിച്ചാൽ പിന്നെ പുളിശ്ശേരി മറ്റേത് മറിച്ചതെല്ലാം ഉണ്ടാകും. അങ്ങോട്ടും ഇങ്ങോട്ടും വെജിറ്റബിൾസിന്റെ കിളിപോയ പോലെ ഉണ്ട് ഇപ്പൊ. അപ്പൊ എല്ലാ സാമഗ്രികളും ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ എത്ര തന്നെ ആളുകൾ വന്നാലും അതിന് നിയന്ത്രണാതീതമായിട്ട് തന്നെ അവര് വളരെ കൃത്യമായി കൈകാര്യം ചെയ്ത് അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഭക്ഷണം ഒരുക്കുന്ന ഒരു സാന്നിധ്യം ഈ പ്രാവശ്യം മാത്രമല്ല, കഴിഞ്ഞല്ലോ 2023-24 ഫസ്റ്റ് കളഞ്ഞല്ലോ. ആദ്യത്തെ തവണ അല്ല, CM കാറ്ററിംഗ് റിയാസ് ഇടുമ്പ. അപ്പോൾ ഇങ്ങനെയുള്ള വലിയ ഫംഗ്ഷന് എല്ലാം ഇനി എന്തെങ്കിലും വലിയ ഫംഗ്ഷൻ എല്ലാം വരുമ്പോൾ ഇടുമ്പേനെ വിളിച്ചു കൊടുക്കുക. 10-15 ടീമുകൾ പിന്നെ ഇതിന്
കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൊട്ടേഷൻ കൊടുത്തതിൽ ഏറ്റവും കുറവ് എന്നുള്ള രീതിയിലാണ് ഇവർക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇതൊരു സേവന പ്രവർത്തനമായിട്ടാണ് ഇവർ കാണുന്നത്, വേറെ ഒന്നുമല്ല അതിൻ്റെ അത്. അപ്പൊ ഇങ്ങനെ ഒരു സേവന പ്രവർത്തനത്തിന്റെ രീതിയിൽ നിങ്ങൾ വിളിച്ചാൽ വരണമെന്നില്ല, എന്നാലും കുറച്ച് ഓടിയെത്തും. അല്ല അങ്ങനെയില്ല, ഇത്രയും കുറച്ചിട്ട് നിങ്ങൾ വേറെ ചെയ്യില്ലല്ലോ. ഇല്ല, പൈസ ഇല്ലാണ്ട് ചെയ്യുന്നുണ്ട്. പൈസ ഇല്ലാണ്ട് ചെയ്യുന്നത്. അപ്പൊ പിന്നെ ഒരേ വിളിയായിരിക്കും നിങ്ങളെ എല്ലാ സ്ഥലത്തും ചെയ്യാം. കുഴപ്പമില്ല, നടന്നിട്ടാ പാവങ്ങൾക്ക് പ്രത്യേകിച്ച് പിന്നെ ഒരേ വിളി വരും. നമ്മൾ രണ്ടാളും പാവങ്ങളാണ്. എന്താ അറിയാ, പാവപ്പെട്ട ടീമിന്റെ ഏതെങ്കിലും കല്യാണമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇപ്പം വെച്ചു കൊടുക്കണ്ടെങ്കിൽ, ഭക്ഷണം വെച്ച് കൊടുക്കണ്ടെങ്കിൽ ഒരുപാട് പൈസ കൊടുക്കണ്ട. 1 കിലോ അരിക്ക് എത്രയും വാങ്ങുന്നത് 140 രൂപ ആണ്. അപ്പൊ അങ്ങനെ റമീസ് ഖാന്റെ അരിയാണ്. അപ്പൊ അത് പിന്നെ കൃത്യമായിട്ട് ചെറിയ പൈസക്ക് നിങ്ങൾക്ക് പിന്നെ ചെയ്തു തരുമെന്ന് പറയുന്നു. പിന്നെ ചില ആൾക്ക് പാവപ്പെട്ട ടീമിന് പൈസയെ കൊടുക്കണ്ട. അപ്പൊ ഇതിന് പിന്നെ പ്രൊമോഷൻ ആയിട്ടോ അല്ലെങ്കിൽ വേറെ ഒന്നും അല്ല, അതുപോലെ നിങ്ങൾ കരുതുകയും ചെയ്തത്. ഇതിപ്പോ ഒരു പാവപ്പെട്ട ടീമിന് വെച്ചു കൊടുക്കും, അല്ലെങ്കിൽ നമ്മളെ പാവപ്പെട്ട ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് നമ്മൾ വെച്ചു തരുമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ അറിയിക്കണം അല്ലേ? എന്ത് ഭക്ഷണം എങ്ങനെ? ചായൻ്റെ നിങ്ങളാന്നല്ലേ എന്തെണ്ണം? മോനെ ഇതെല്ലാം പോട്ടെ. അതിലിടയ്ക്ക് ഇങ്ങനെ ഫോട്ടോ സെക്ഷൻ ഉണ്ട് കേട്ടോ. ഇവിടെ നമ്മളെ പ്രിയപ്പെട്ട ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. ഫൈസൽ മുഴപ്പില്ല. അത് മാത്രമല്ല, നമ്മളെ ആദ്യം ഫ്ലൈറ്റ് ഇവിടുന്ന് പറക്കുമ്പോൾ ആദ്യം ടിക്കറ്റ് എടുത്ത ആളാണ് നമ്മളെ ഇസ്മായിൽ. പാനൂരുള്ള നമ്മളെ പ്രധാനപ്പെട്ട ആളാണ്. നിങ്ങളിപ്പോ ഇന്ന് പോകുന്നതല്ല? ഈ പുരുഷരായ ഈ പേരിയെ ഗണ്യമാക്കിയ സാധാരണയായ വാർത്തകളടക്കം നടത്തുന്ന സഹോദരി സഹോദരൻ, ഇത് അവസാന ദിവസമാണ് ഈ വർഷത്തെ കാര്യത്തിൽ. ഇതും അവസാനമായി പോകാൻ അവസരം കിട്ടിയിരിക്കുന്നത് ഭൂരിഭാഗം കാസർഗോഡ് ചേട്ടത്തിൻ്റെ പിന്നെ ഇതിൻ്റെ നമ്മളെ ക്യാമ്പിൽ നിന്ന് അവസാനിക്കലാണ്. കഴിഞ്ഞ പ്രാവശ്യത്തിനെക്കാട്ടും വളരെ ഗംഭീരമായിട്ട് തന്നെ സംഘാടകരും കാര്യങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ പോയിട്ടുണ്ട്. അപ്പം പുരുഷേട്ടൻ്റെ 2-3 വട്ടം സന്ദർശിച്ചിരുന്നല്ലോ. 5 ദിവസമായി ക്യാമ്പുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും? കഴിഞ്ഞ 19 ദിവസക്കാലമായി ഹജ്ജ് തീർത്ഥാടനത്തിന് പോകുന്ന ഹജ്ജാജിമാർക്ക് ഏറ്റവും ഹൃദ്യമായ യാത്രയപ്പാണ് ഇവിടുന്ന് നൽകി വരുന്നത്. കേരളത്തിലെ തന്നെ എയർപോർട്ടുകളിൽ ഏറ്റവും മെച്ചപ്പെട്ട സേവനങ്ങൾക്ക് അവർക്ക് ലഭ്യമാകുന്നുണ്ട് എന്നാണ് അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. അതുപോലെ തന്നെ ഇവിടെ വളണ്ടിയർമാർ, ഇതിൻ്റെ സംഘാടകർ, അതുപോലെ തന്നെ ഭക്ഷണം തയ്യാറാക്കുന്നത് രാപ്പകലില്ലാത്ത രീതി ഒരാക്ഷേപത്തിനും ഇടയാക്കാത്ത നിലയിലാണ് ഇവിടുത്തെ എല്ലാ സേവനങ്ങളും ചെയ്തു കൊടുക്കുന്നത് എന്നത് ഏറ്റവും അഭിനന്ദനാർഹമായ ഒരു കാര്യമാണ്. ഭൂഷണം പറഞ്ഞല്ലോ, ഇവിടെ 19 ദിവസമായി ഈ ക്യാമ്പ് കിടക്കുന്നു. ആത്മാർത്ഥമായി വന്ന ആജിമാരെ മറ്റുള്ളവർ അഞ്ചന്മാരെ നോക്കുന്നുണ്ട്. അവർക്ക് വേണ്ട എല്ലാ സൗകര്യം ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവർ പോയിട്ട് അവിടുന്ന് പറയുന്നത് നമുക്ക് അവിടുന്ന് കണ്ണൂർ എയർപോർട്ട് കിട്ടിയത് ഒരു വല്ലാതെ അംഗീകാരമാണ് എന്ന് പറയുന്നത്. ഇത് കണ്ണൂർ പിയാപ്ല ചലച്ചിരിക്കുന്ന അവർ പറയുന്നു, നമ്മളല്ല, അങ്ങനെ അവർ പറയുന്നു. അതുകൊണ്ട് നമുക്ക് ഏറ്റവും വലിയ സന്തോഷ സമാധാനമുണ്ട്. പിന്നെ ഇതിൽ വേറൊരു കാര്യം വെച്ചാൽ ഇതിലെല്ലാ വിഭാഗക്കാരും ഉണ്ട്. ഈ ക്യാമ്പിനെ സംബന്ധിച്ചോളം ഒരു വിഭാഗം മാത്രമല്ല, എല്ലാവരും ഒറ്റക്കെട്ടായി താഴെ മുതൽ മേലെ വരെ നേതൃത്വം കൊടുക്കുന്നുണ്ട്. അത് കുടിച്ചുവട്ടനുണ്ട്, അതിൽ താഴെ വരുന്നുണ്ട്, മറ്റുള്ളവർ എല്ലാ റാഫിയുണ്ട്. അങ്ങനെ ഓരോ നേതാക്കന്മാരും ഉണ്ട്. ഇത് ഓരോ ദിവസങ്ങൾ വന്ന് നമുക്ക് നിർദ്ദേശം തരുന്നുണ്ട്. അത് നമുക്ക് ജീവിതത്തിൽ മറക്കാൻ കഴിയാം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്താക്കാനും അതിലും കുറച്ചും കൂടി 3-ാമത്തെ പ്രാവശ്യമായിട്ട് ഇവിടുന്ന് കണ്ണൂർ എയർപോർട്ടിൽ പോകുന്നത്. അത് നമുക്ക് ഏറ്റവും കിട്ടിയ വലിയ ചാൻസാണ്, ഒരു അവസരമാണ്. അത് ജനങ്ങളിൽ പോയവർക്ക് നല്ലൊരു അഭിപ്രായം കിട്ടുമ്പോൾ നമ്മൾ മനസ്സ് സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. ഓക്കെ, നമ്മളിതാ സംസൂക്കവരിലുണ്ട്. ഓക്കെ, എന്നാൽ താങ്ക് യു.
എന്തുണ്ട്? പിന്നെ ഇസ്മാനിക്കെല്ലാം നേരത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇസ്മാനിക്ക ഈ ക്യാമ്പുമായി ബന്ധപ്പെട്ട് തന്നെ അവസാനിക്കലല്ലേ നമ്മള്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അജൗസാണ് അടുത്ത നമുക്ക് നടക്കാൻ ചാൻസ് എത്രയും പെട്ടെന്ന്. കാരണം നമുക്ക് വലിയ സമ്മാനമായിട്ട് പിണറായി വിജയൻ ഗവൺമെന്റ് ഏക്കർ സ്ഥലം 5 കോടി രൂപ നമ്മൾ സഹായിച്ചിട്ടുണ്ട്. ഇനി ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടോടുകൂടി നിന്ന് അടുത്ത കൊല്ലത്തെ അജൗസ് ഇത്രയും നല്ല രീതിയിൽ കിട്ടണം. ക്യാമ്പ് അടിപൊളിയാണ് അല്ലേ? അതെ നല്ല ഭക്ഷണമാണ്, നല്ല പ്രവർത്തനമാണ്. മാഷാ അല്ലാഹ്, ഇതിന്റെ പ്രതിഭ തക്കതായ പ്രതിഭ നല്ല തോക്കിക്കട്ടെ. ഭാവിയിൽ നമ്മൾ സിനിമത്താണ് മനസ്സിലാക്കിയത്. ഇപ്പോൾ ഒരു പറഞ്ഞില്ല, ഇങ്ങനത്തെ കുറേ ആജിമാർക്കാണ്. അത് നമുക്കെല്ലാം അപ്പൊ ഇന്നത്തോട് കൂടിയിട്ട് നമ്മളെ ക്യാമ്പ് അവസാനിപ്പിച്ചല്ലേ? വളരെ സന്തോഷകരമായൊരു ക്യാമ്പായിരുന്നു. നമ്മൾ ഭക്ഷണ കാര്യത്തിലും മറ്റ് സേവന രംഗത്തും നമ്മൾ വളണ്ടിയർമാരും പ്രവർത്തകന്മാരും ആത്മാർത്ഥമായി പ്രവർത്തിച്ചത് നമുക്ക് വലിയൊരു സന്തോഷം നൽകി. 8-ാം തീയതി മുതലാണ് ഇവിടെ പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പുറം 18-ാം തീയതിയോടുകൂടി കിച്ചണിൻ്റെ പ്രവർത്തനങ്ങൾ തീരാൻ വേണ്ടി പോവുകയാണ്. ഏകദേശം 5000-ഓളം വരുന്ന ആജിമാർ, അതോടൊപ്പം തന്നെയുള്ള സംഘാടകരും അതുപോലെ തന്നെ സെൽ ഉദ്യോഗസ്ഥന്മാർ, പോലീസ്, ഫയർഫോഴ്സ്, എയർപോർട്ട് ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു പരാതിയുമില്ലാത്ത രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ തന്നെയാണ് ഈ കിച്ചണിൽ നിന്ന് ഭക്ഷണം കൊടുക്കുന്നത്. വിവിധ രാവിലെ 6 മണി മുതൽ തുടങ്ങിയാൽ രാത്രി 12 മണി വരെയാണ് കിച്ചണിൻ്റെ പ്രവർത്തനങ്ങൾ. അത്യാവശ്യക്കാർ വന്ന് 24 മണിക്കൂർ ആവശ്യം വന്നു കഴിഞ്ഞാൽ ഏത് സമയത്തും കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് കാര്യങ്ങൾ ചെയ്തു പോകുന്നത്. വളരെ സന്തോഷപൂർവ്വമാണ് നമ്മൾ ഈ ക്യാമ്പ് ഏതാനും മണിക്കൂറുകൾക്കകം ചെയ്യാൻ വേണ്ടി പോകാറ്. വളരെ സന്തോഷത്തോടു കൂടിയാണ് ക്യാമ്പ് നിന്ന് ഞങ്ങൾ പോകുന്നത്. എല്ലാ ആജിമാർക്കും അതുപോലെ തന്നെ എല്ലാ ആളുകൾക്കും വളരെ തൃപ്തികരമായ ഭക്ഷണം കൊടുത്തു എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ ഏറ്റവും വലിയ വിശ്വാസം. അങ്ങനെയാണ് പുറത്തുനിന്നുള്ള അഭിപ്രായങ്ങളും നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് വളരെ നല്ല രീതിയിൽ നമ്മുടെ കിച്ചൺ ഇവിടെ പ്രവർത്തിക്കുന്നതിലുള്ള ഇതിൻ്റെ സംഘാടക സമിതി, അതോടൊപ്പം തന്നെ ഈ കിച്ചണിൽ പണിയെടുത്തിട്ടുള്ള ജീവനക്കാർ ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളെയും നമ്മൾ ഈ സംഘാടക സമിതിക്ക് എല്ലാ ആശംസകളും അർപ്പിക്കുക. നാളെ ഇല്ലല്ലോ അല്ലേ? നമ്മൾ മൈൻഡ് ചെയ്യുന്നതിൽ മറ്റു കുറേ വീഡിയോയിലിട്ട് നാളെ ഇല്ല. നിങ്ങളുടെ മൈൻഡ് നിങ്ങളല്ലോ ആദ്യഘട്ടം മുതൽ അവസാനം വരെ. അൻവർജി കഴിഞ്ഞ പ്രാവശ്യത്തിനെ കൊണ്ട് ഒരു 10 വയസ്സ് കുറഞ്ഞു. അതങ്ങനെ സംഭവിച്ചില്ല. രാത്രി കാണണോ? രാത്രി 10 വയസ്സ് കുറഞ്ഞില്ല. ഇപ്പല്ലേ ഈ രാത്രി കണ്ട കൂട്ടരെല്ലാം ഇങ്ങോട്ട്